ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 637 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് 4-ാം അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. താഴ്മയെ ദൈവം ഇത്രമാത്രം വിലമതിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഇതാണ്: ദൈവമാണ് പരമമായ സത്യം. ആ സത്യത്തിലേക്കുള്ള മാർഗം താഴ്മയാണ്. നമ്മിലുള്ള യാതൊന്നും നമ്മിൽ നിന്നും ഉത്ഭവിക്കുന്നതല്ല. നദിക്കരയിൽ നിൽക്കുന്നതായ വൃക്ഷം തഴച്ചു വളരുവാനുള്ളതായ കാരണം അത് വലിച്ചെടുക്കുന്ന വെള്ളവും വളവുമെല്ലാം ആ നദിയിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രിസ്തുവാകുന്ന നീർച്ചാലിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥന അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതും താഴ്മയിൽ തന്നെയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്രമാത്രം താഴ്മയോടെ പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം ദൈവം നമ്മളെ ഉയർത്തും. വിശുദ്ധ കന്യക മറിയാമിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നതും ഇത് തന്നെയാണ്. താഴ്മയുള്ളവളെ ലോകരിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് ദൈവം മാറ്റുകയാണ്. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടതും അങ്ങനെ തന്നെയല്ലേ? ഈ സത്യങ്ങളെല്ലാം നമുക്കറിയാമെങ്കിലും നാം അഹങ്കാരത്തിലും അത്യാഗ്രഹത്തിലും മോഹഭംഗത്തിലും വിദ്വേഷത്തിലും കലഹത്തിലുമൊക്കെ ആയിട്ട് കഴിയുകയാണ്. അനുതപിക്കുവാനും ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങി വരുവാനും നമ്മളെല്ലാവരും ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. വചനം പറയുന്നത് പോലെ ദൈവം നമ്മെ ഉയർത്തും എന്നുള്ള ഉറപ്പിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുവാൻ, താഴ്മയോടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കൃപയുടെ ജലാന്തികയെ വേരൂന്നുവാനും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ പോഷിക്കപ്പെടുവാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.